ഡെറിവേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് എക്സ് റേസ് ടു 5 പ്ലസ് വൈ റേസ് ടു 5 ഈക്വൽ ടു 5xy. ഇങ്ങനെയുള്ള ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ഡെറിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫംഗ്ഷനെയും ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു 5നെ d by dx of x raised to 5 d by dx of y raised to 5 d by dx of 5xy എന്ന് ചെയ്യണം. നമുക്കറിയാം x raised to n equal to n into x raised to n minus 1 ആണ്. അപ്പോൾ x raised to 5 എന്താവും? 5 into x raised to 5 minus 1 equal to 5 into x raised to 4. അതുപോലെ തന്നെ y raised to 5 equal to 5 into y raised to 5 minus 1 equal to 5 into y raised to 4. അപ്പോൾ നമുക്ക് എഴുതാം d by dx of x raised to 5 എന്ത് കിട്ടും? 5 into x raised to 4 plus y എന്ത് കിട്ടും? 5 into y raised to 4. ദെൻ y ഉള്ളത് വന്നതുകൊണ്ട് ഒരു dy by dx എക്സ്ട്രാ വരും. ദെൻ അടുത്തത് എന്താണ്? d by dx of 5 into xy. നമുക്ക് 5നെ ഔട്ട് സൈഡ് എടുക്കാം. ദെൻ d by dx of xy. ഇവിടെ നോക്കിക്കേ, പ്രോഡക്റ്റ് റൂൾ വരുന്നുണ്ട്, u into v. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? u into v ഡാഷ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നമ്മളത് എഴുതി കഴിയുമ്പോൾ d by dx of xy എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ്. അപ്പോൾ dx by dx അത് 1 ആയി പോവും. ബാക്കി എന്ത് കിട്ടും? എക്സ് ഇൻറ്റു dy by dx ഈക്വൽ ടു y. നമുക്ക് അത് ഇവിടെ എഴുതാം. 5 ഇൻറ്റു എക്സ് റേസ് ടു 4 പ്ലസ് 5 ഇൻറ്റു വൈ റേസ് ടു 4 dy by dx ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് dy by dx പ്ലസ് y. ഇനി എന്ത് ചെയ്യാം? ഈ 5 നമുക്ക് അകത്തേക്ക് കയറ്റാലോ. എന്ത് കിട്ടും? 5x dy by dx പ്ലസ് 5y. ഇവിടെ എന്ത് തന്നെയുണ്ട്? 5 ഇൻറ്റു എക്സ് റേസ് ടു 4 പ്ലസ് 5 ഇൻറ്റു വൈ റേസ് ടു 4 dy by dx. ഇനി ഇവിടെയും ഒരു dy by dx ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഈ ടേംസിനെ ഒന്നിച്ച് കൊണ്ടുവരിക, ബാക്കിയുള്ളതിന് അപ്പുറം കൊണ്ടുപോകുക. എത്ര കിട്ടും? 5 ഇൻറ്റു വൈ റേസ് ടു 4 dy by dx. ഇതിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് 5x ഉണ്ടാവും, മൈനസ് 5x dy by dx ഈക്വൽ ടു 5y. ഈ 5x raised to 4നെ അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ മൈനസ് 5x raised to 4 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? dy by dx കോമൺ ആണ്, നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. dy by dx ഇൻറ്റു 5 ഇൻറ്റു y raised to 4 മൈനസ് 5x ഈക്വൽ ടു 5 ഇൻറ്റു 5y മൈനസ് 5x raised to 4. ഇനി എന്താണ്? dy by dx മാത്രം മതി, ബാക്കിയുള്ളതിനെ അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? dy by dx ഈക്വൽ ടു മേലുള്ള 5y മൈനസ് 5x raised to 4 അങ്ങനെ എഴുതുക. ഹോൾ ഡിവൈഡ് ബൈ എന്താണ്? ഇവിടെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവുന്നു. 5y raised to 4 മൈനസ് 5x. ഇനി എല്ലായിടത്തും 5 ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് കിട്ടും? y മൈനസ് x raised to 4 ബൈ y raised to 4 മൈനസ് x എന്ന് കിട്ടും.